Dear students, welcome you all to the discussion of the question paper Advanced Mechanics of Solids for the second internal examination conducted in April 2020. Question paper consisting of two parts, part A, part B. Part A, you have to answer any two questions from the three. Okay. So first question, first part ആണ് statement of Castigliano's first theorem. State and prove Castigliano's first theorem. Okay. Already നമ്മൾ വീഡിയോ ക്ലാസ്സുകളിൽ കാസ്റ്റിഗ്ലിയാനോസ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് തിയറം ക്ലാസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എഴുതുന്നതിന് 2.5 മാർക്സ് ആണ്. കാസ്റ്റിഗ്ലിയാനോസ് തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എഴുതുന്നതിന് 2.5 മാർക്സും അതിൻ്റെ പ്രൂഫുണ്ട്. പ്രൂഫ് എഴുതുന്നതിന് 2.5 മാർക്സും ടോട്ടൽ 5 മാർക്സ് ആണ്. ഓക്കെ. ഓൾറെഡി നമ്മൾ ക്ലാസ്സുകളിൽ ഫസ്റ്റ് തിയറം ഓഫ് കാസ്റ്റിഗ്ലിയാനോ ഡിറൈവ് ചെയ്തിരുന്നു. അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റും എഴുതണം. അങ്ങനെ രണ്ടിനും കൂടാണ് ടോട്ടൽ 5 മാർക്സ്. അടുത്ത ക്വസ്റ്റ്യൻ 1 തന്നെ പാർട്ട് ബി ചോദിച്ചിരിക്കുന്നത് സ്റ്റേറ്റ് ആൻഡ് എക്സ്പ്ലെയിൻ ദി മിനിമം പൊട്ടൻഷ്യൽ എനർജി തിയറം. ഓക്കെ. ഇത് ഓൾറെഡി സെക്കൻഡ് അസൈൻമെൻ്റ് ആയിട്ട് സെക്കൻഡ് ഗ്രൂപ്പിന് റോൾ നമ്പർ 19 to 33 കൊടുത്ത അസൈൻമെൻ്റ് ആണ് മിനിമം പൊട്ടൻഷ്യൽ എനർജി തിയറം. ആ നോക്കിയ വാല്യുവേറ്റ് ചെയ്ത പേപ്പറിൽ നിന്ന് നല്ല ഒരെണ്ണം നിങ്ങളുടെ ഗ്രൂപ്പിലേക്ക് ഞാൻ സെൻഡ് ചെയ്തേക്കാം. അന്നേരം മിനിമം പൊട്ടൻഷ്യൽ എനർജിയുടെ സ്റ്റേറ്റ്മെൻറ്റ് എഴുതുന്നതിന് 2.5 മാർക്സും അതിൻ്റെ എക്സ്പ്ലനേഷന് 2.5 മാർക്സുമാണ്. ഓക്കെ. ഇതാണ് ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ. അതിൻ്റെ 2 സബ് പാർട്സ് ഉണ്ട്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന പ്രോബ്ലമാണ്. മെയിൻലി ഈ ഡിസ്കഷനിൽ നമ്മൾ പ്രോബ്ലം മാത്രമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ബാക്കി തിയറി ക്ലാസ്സുകളും ഡെറിവേഷൻസും ഓൾറെഡി ഇതിന് മുമ്പുള്ള വീഡിയോ സെഷനിൽ ചെയ്തിട്ടുണ്ട്. മെയിൻലി പ്രോബ്ലം മാത്രമാണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ. സെക്കൻഡ് ക്വസ്റ്റ്യൻ പ്രോബ്ലം ആണ്. എ തിക്ക് വാൾഡ് ട്യൂബ് with an internal radius of 15 cm is subjected to an internal pressure of 250 megapascal. Modulus of elasticity capital E യുടെ വാല്യൂം പോയിസോൺസ് റേഷ്യോ 0.3 തന്നിട്ടുണ്ട്. Determine the optimum value of the external radius if the maximum shear stress is limited to 480 megapascal. Okay. Also determine the change in internal radius due to applied pressure. ഈ ക്വസ്റ്റ്യൻ ഓൾറെഡി നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ. അതേ മെത്തേഡിൽ തന്നെയാണ് ചെയ്യുന്നത്. ആദ്യം ഏത് ക്വസ്റ്റ്യൻ ആയാലും പ്രോബ്ലമാറ്റിക് ഏത് ക്വസ്റ്റ്യനിലായാലും ഗിവൺ ഡേറ്റാസ് എഴുതുക. ഗിവൺ ഡേറ്റ എന്ന് പറയുന്നത് ഇന്റേണൽ റേഡിയസ് എ ആണ് ഡിനോട്ട് ചെയ്യുന്നത്. ഇന്റേണൽ റേഡിയസ് എ ഈസ് ഈക്വൽ ടു 150 mm. ക്യാപിറ്റൽ ഇ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി പോയിസോൺസ് റേഷ്യോ തന്നിട്ടുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് സബ്ജക്റ്റഡ് ടു ഇന്റേണൽ പ്രഷർ. ഓക്കെ. ഇന്റേണൽ പ്രഷർ ആകുമ്പം PA പി എന്ന് ഡിനോട്ട് ചെയ്യാം. കാരണം ഒരു പ്രഷറെ തന്നിട്ടുണ്ട് 250 മെഗാപാസ്കൽ. മാക്സിമം ഷിയർ സ്ട്രെസ് ലിമിറ്റഡ് ചെയ്തിരിക്കുന്നത് 480 മെഗാപാസ്കലാണ്. ഇതാണ് ഗിവൺ ഡേറ്റ തന്നിട്ടുള്ളത്. ഓക്കെ. സോ മാക്സിമം ഷിയർ സ്ട്രെസ്സിൻ്റെ വാല്യൂ അല്ലെങ്കിൽ ഇക്വേഷൻ ടൗ മാക്സ് എന്ന് പറയുന്നത് PA × B² (B²-A²). ഇത് ഓൾറെഡി നമ്മൾ ആദ്യം മുതലുള്ള വീഡിയോ ക്ലാസ്സുകൾ കണ്ടു നോക്കുക. തിക് സിലിണ്ടറിൻ്റെ ഡെറിവേഷൻ ചെയ്തതാണ്. അതിൽ വരുന്നതാണ് മാക്സിമം ഷിയർ സ്ട്രെസ് ഡെവലപ്ഡ് ഇൻ എ തിക് സിലിണ്ടർ വെൻ സബ്ജക്റ്റഡ് ടു ഇന്റേണൽ പ്രഷർ ഓൺലി. ഈ കേസിൽ ഇന്റേണൽ പ്രഷർ മാത്രമേ ഉള്ളൂ PA. സോ മാക്സിമം ഷിയർ സ്ട്രെസ്സിൻ്റെ വാല്യൂ 480 തന്നിട്ടുണ്ട്. PAയുടെ വാല്യൂ ഇന്റേണൽ പ്രഷർ 250 മെഗാപാസ്കൽ ഇൻറ്റു ബി എന്ന് പറയുന്നത് എന്താണ് ഇവിടെ വരുന്നത്? ബി എന്ന് പറയുന്നത് എക്സ്റ്റേണൽ റേഡിയസ്. എക്സ്റ്റേണൽ റേഡിയസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഒപ്റ്റിമം വാല്യൂ ഓഫ് എക്സ്റ്റേണൽ റേഡിയസ് അതാണ് കണ്ടുപിടിക്കേണ്ടത്. സോ ഡിവൈഡഡ് ബൈ B² - A². എന്ന് പറയുന്നത് എ എന്ന് പറയുന്നത് ഇന്റേണൽ റേഡിയസ് ആണ്. അതിൻ്റെ വാല്യൂ ഓൾറെഡി തന്നിട്ടുണ്ട് 150. സോ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. ബിയുടെ വാല്യൂ അതായത് എക്സ്റ്റേണൽ റേഡിയസ് ബിയുടെ വാല്യൂ 216.69 mm എന്ന് കിട്ടും. എക്സ്റ്റേണൽ റേഡിയസ് ബി 216.69. ഇതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. ഡിറ്റർമൈൻ ദി ഒപ്റ്റിമം വാല്യൂ ഓഫ് എക്സ്റ്റേണൽ റേഡിയസ്. രണ്ടാമതൊരു ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്. യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദി ചേഞ്ച് ഇൻ ഇന്റേണൽ റേഡിയസ് ഡ്യൂ ടു അപ്ലൈഡ് പ്രഷർ. ഈ ഒരു ഇന്റേണൽ പ്രഷർ 250 മെഗാപാസ്കൽ കാരണം ഇന്റേണൽ റേഡിയസിനുണ്ടാകുന്ന ചേഞ്ച്. സോ ചേഞ്ച് ഇൻ ഇന്റേണൽ റേഡിയസ് ഇതിൻ്റെ ഇക്വേഷൻ UR is equal to 1 minus nu by E into PA² by B² - A² into R plus ഈ ഒരു ടൈം 1 minus nu by E into PA² B² by B² - A² into R. ഓക്കെ. ഈ
ആർ എന്ന് പറയുന്നത് ഏത് വാല്യൂ ആണോ, ഏത് റേഡിയസ് ആണോ കണ്ടുപിടിക്കേണ്ടത്. നമുക്കിവിടെ ഇന്റേണൽ പ്രഷർ മാത്രമേ അപ്ലൈ ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് ആറിൻ്റെ വാല്യൂ ആർ ഈക്വൽ ടു എ, അതായത് ഇന്റേണൽ റേഡിയസ് ആർ ഈക്വൽ ടു എ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ആർ ഈക്വൽ ടു എ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക 150, ഇവിടെയും 150. ബാക്കി തന്നിരിക്കുന്ന വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതിന് ശേഷം നമുക്ക് യു ആർ കിട്ടും. ചേഞ്ച് ഇൻ ഇന്റേണൽ റേഡിയസ് എന്ന് പറയുന്നത് 0.56 mm ആണ് കിട്ടുന്നത്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ഓൾറെഡി യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ചോദിച്ചാണ്. ഈ എക്സ്റ്റേണൽ റേഡിയസ് വരെ കണ്ടുപിടിക്കുന്നതിന് 6 മാർക്കും ചേഞ്ച് ഇൻ ഇന്റേണൽ റേഡിയസ് കണ്ടുപിടിക്കുന്നതിന് 4 മാർക്സും, ടോട്ടൽ 10 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആണിത്. ഓക്കെ, ഇങ്ങനെയാണ് ചേഞ്ച് ഇൻ ഇന്റേണൽ റേഡിയസ് കണ്ടുപിടിക്കുന്നത്, യു ആർ. ഓക്കെ, so third question, a cantilever of rectangular cross section of breadth 3 cm and depth 5 cm is subjected to an inclined load W at the free end as shown in figure. Question paper തന്നിട്ടുണ്ട്. Length of the cantilever 3 meter തന്നിട്ടുണ്ട്. Angle of inclination of the load with vertical 30 degree. What is the maximum value of W if the maximum stress due to bending is not to exceed 250 Newton per mm square? ഇതാണ് ക്വസ്റ്റ്യൻ ഫിഗർ തന്നിട്ടുണ്ട്. ഓക്കെ, ഇത് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ടൈപ്പാണ്. അതായത് അൺസിമെട്രിക്കൽ ബെൻഡിങ് ഓഫ് സ്ട്രെയിറ്റ് ബീംസ്. സ്ട്രെയിറ്റ് ബീംസിൻ്റെ അൺസിമെട്രിക്കൽ ബെൻഡിങ് ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്ന പ്രോബ്ലം. ഓക്കെ, സോ ബെൻഡിങ് സ്ട്രെസ് എന്ന് പറയുന്നത്, ബെൻഡിങ് സ്ട്രെസ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ഫോർ അൺസിമെട്രിക്കൽ ബെൻഡിങ്. അൺസിമെട്രിക്കൽ ബെൻഡിങ്ങിൻ്റെ കേസ് എന്ന് പറയുന്നത് ലോഡ് ഇൻക്ലൈൻ ടു ന്യൂട്രൽ ആക്സിസ് ആയിരിക്കും. ഓക്കെ, ലോഡ് ഇൻക്ലൈൻ ടു ന്യൂട്രൽ ആക്സിസ് ആണ് ഇവിടെ. ഓക്കെ, so sigma p is equal to mh into k by ih plus mk into h by ik. ഇത് ഈ റെക്ടാങ്കുലർ ക്രോസ് സെക്ഷൻ വലുതാക്കി വരച്ചിരിക്കുകയാണ്. ഇതിൻ്റെ മാക്സിമം വാല്യൂ ഓഫ് W ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, മാക്സിമം വാല്യൂ ഓഫ് W, അതായത് ഈ ലോഡിൻ്റെ മാക്സിമം വാല്യൂ എത്ര ആണെന്ന് കണ്ടുപിടിക്കണം. സ്ട്രെസ് വാല്യൂ തന്നിട്ടുണ്ട്. ഓക്കെ, ഇനിഷ്യലി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് മൊമെൻ്റ് അബൌട്ട്, ഈ ഇക്വേഷൻ ആദ്യം കണ്ടുപിടിക്കേണ്ട മൊമെൻ്റ് അബൌട്ട് എച്ച് ആക്സിസ് ഓർ ഇസഡ് ആക്സിസ്. ഇസഡ് ആക്സിസ് തന്നെയാണ് എച്ച്. ഈ എച്ച് എന്ന് പറയുന്ന ഈ ഇക്വേഷൻ എന്ന് പറയുന്നത് ജനറലായിട്ട് എഴുതിയ ഇക്വേഷൻ ആണ്. ഇവിടെ എച്ച് എന്ന് പറയുന്നത് ഇസഡ് ആക്സിസും വൈ ആക്സിസും ആണ്. സോ എം എച്ച് ഈസ് ഈക്വൽ ടു മൊമെൻ്റ് അബൌട്ട്, ഈ ഒരു ലോഡ് ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ലോഡാണ്. അത് കാരണം രണ്ട് കമ്പോണൻസ് ഓഫ് ലോഡ് വരും, W cos 30യും W sin 30. ഈ ഓരോ കമ്പോണൻറ്റും കറസ്പോണ്ടിങ് ആയിട്ട് എച്ച് ആക്സിസിനും കെ ആക്സിസ് അല്ലെങ്കിൽ ഇവിടെ വൈ ആക്സിസ് ആണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. വൈക്കും ഇസഡ് ആക്സിസിനും കറസ്പോണ്ടിങ് ആയിട്ട് മൊമെൻ്റ് ഉണ്ടാക്കും. ആ മൊമെൻ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ W cos 30 ഇൻറ്റു എൽ, എൽ എന്ന് പറഞ്ഞ ടോട്ടൽ ലെങ്ത് ഓഫ് ദി കാൻഡിലിവർ. ഓക്കെ, ദെൻ എം കെ മൊമെൻ്റ് അബൌട്ട് ദി വൈ ആക്സിസ്, ഇവിടുത്തെ വൈ ആക്സിസ്, മൊമെൻ്റ് അബൌട്ട് വൈ ആക്സിസ് ഡ്യൂ ടു ദിസ് ഇൻക്ലൈൻ ലോഡ് W എന്ന് പറയുന്നത് W sin 30 ഇൻറ്റു എൽ ആണ് എം കെ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, സോ ഈ ഇക്വേഷനകത്ത് ഐ എച്ച് മൊമെൻ്റ് ഓഫ് ഇനർഷ്യ ഇൻ എച്ച് ആക്സിസ്, മൊമെൻ്റ് ഓഫ് ഇനർഷ്യ ഇൻ കെ ആക്സിസ്, അതാണ് ഐ എച്ചും ഐ കെയും. ഓക്കെ, ജനറലാണ് ഐ എച്ചും ഐ കെയും. ഐ എച്ചിന് പകരം ഇവിടെ ഫിഗർ ഡിനോട്ട് ചെയ്തിരിക്കുന്ന ഐ സെഡും ഐ കെയ്ക്ക് പകരം ഐ വൈയും. സോ റെക്ടാങ്കുലർ ക്രോസ് സെക്ഷൻ്റെ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ബി ഡി ക്യൂബ് ബൈ 12, അതാണ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ബിയും ഡിയും ഐ വൈ ആകുമ്പോൾ തിരിച്ചു വരും, ഡി ബി ക്യൂ ബൈ 12 എന്ന് വരും. ഡി എന്ന് പറഞ്ഞ ഡെപ്ത് 50 mm തന്നിട്ടുണ്ട്. ബി എന്ന് പറയുന്നത് ബ്രെഡ്ത്ത് 30 mm. ഓക്കെ, ഐ എച്ചും ഐ കെയും കണ്ടുപിടിക്കുക. ദെൻ സിഗ്മ പി എന്ന് പറയുന്നത് ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ സിഗ്മ പി ഓൾറെഡി തന്നിട്ടുണ്ട്. മാക്സിമം ബെൻഡിങ് സ്ട്രെസ് വിസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന 250 Newton per mm square ഈസ് ഈക്വൽ ടു എം എച്ച് ഓൾറെഡി ഇവിടെ കണ്ടുപിടിച്ചു, ഇൻറ്റു കെ. കെ എന്ന് പറയുന്ന ഡിസ്റ്റൻസ്, എം എച്ച് എന്ന് പറഞ്ഞ മൊമെൻ്റ് അബൌട്ട് ഹൊറിസോണ്ടൽ ആക്സിസ്, ഈ ആക്സിസ്. അന്നേരം മാക്സിമം W കണ്ടുപിടിക്കേണ്ടത്, അല്ലെങ്കിൽ മാക്സിമം W വരുന്നത് ഈ ഒരു പോയിന്റിലാണ്. കാരണം ഇതിൻ്റെ കോർഡിനേറ്റ്സ് മാത്രമാണ് രണ്ടും പോസിറ്റീവ് വാല്യൂ വരുന്നത്, 15ഉം 25ഉം. ബാക്കി എല്ലായിടത്തും ഒരു നെഗറ്റീവ് വാല്യൂ വരും. അതുകൊണ്ട് മാക്സിമം വരുന്നത് ഈ ഒരു പോയിന്റ് പിയിലായിരിക്കും. സോ എം എച്ച് മൊമെൻ്റ് അബൌട്ട് ഹൊറിസോണ്ടൽ ആക്സിസ് ഇൻറ്റു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? ഈ ഡിസ്റ്റൻസ് എത്രയാണ്? 25 അല്ലേ? സോ ഇൻറ്റു 25, അതാണ് കെ, ബൈ ഐ എച്ച് ഇവിടെ കണ്ടുപിടിച്ചു, പ്ലസ് W sin 30, അതാണ് എം കെ. W sin 30 ഇൻറ്റു എൽ, ലെങ്ത് ഓഫ് ദി കാൻഡിലിവർ, ഇൻറ്റു എം കെ വരുമ്പോൾ ഇൻറ്റു ഡിസ്റ്റൻസ് എന്ത് വരും? എം കെ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ എം വൈ,
അബൌട്ട് ദിസ് വൈ ആക്സിസ്. അന്നേരം ആ ഡിസ്റ്റൻസ് പി ആയിട്ടുള്ള ആ ഡിസ്റ്റൻസ് എന്ത് വരും? 15 വരും. അതാണ് 15 എഴുതിയിരിക്കുന്നത്. ഡിവൈഡഡ് ബൈ ഐ വൈ തന്നെയാണ് ഐ കെ. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഡബ്ല്യു മാത്രമാണ് ഈ ഇക്വേഷനിൽ അൺനോൺ. ഡബ്ല്യു എന്ന് പറയുന്നത് മാക്സിമം ലോഡ് വിസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്നത് 612.97, അതായത് 612.97 ന്യൂട്ടൺ എന്ന് കിട്ടും. അതാണ് ഡബ്ല്യു. ഓക്കെ, ഇതാണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ദെൻ കമ്മിങ് ടു പാർട്ട് ബി. പാർട്ട് ബിയിൽ 4 ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. 4 ക്വസ്റ്റ്യൻസിൽ 3 ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യണം. ഓക്കെ, ഈച്ച് ക്വസ്റ്റ്യൻ ക്യാരി 10 മാർക്സ്. ഓക്കെ, ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പാർട്ട് ബിയിൽ 4th ക്വസ്റ്റ്യനിൽ എ സബ് പാർട്ട് ഉണ്ടായിരുന്നു. എക്സ്പ്ലെയിൻ ദ ടേം കോംപ്ലിമെന്ററി സ്ട്രെയിൻ എനർജി. ഓക്കെ, കോംപ്ലിമെന്ററി സ്ട്രെയിൻ എനർജി തിയറിയും ഡെറിവേഷൻസും എല്ലാം ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള എല്ലാം ഓൾറെഡി നമ്മൾ ഓൺലൈൻ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, കോംപ്ലിമെന്ററി സ്ട്രെയിൻ എനർജിയും അതിൻ്റെ കാര്യങ്ങളുമൊക്കെ അത് നേരത്തെയുള്ള വീഡിയോസ് കണ്ടു നോക്കുക. ഓക്കെ, ഇത് നിങ്ങൾക്ക് ഓർമ്മ വരുന്നുണ്ടായിരിക്കും. വീഡിയോസ് കണ്ടു നോക്കുക. സ്ട്രെയിൻ എനർജി ആൻഡ് കോംപ്ലിമെന്ററി സ്ട്രെയിൻ എനർജി ഈ ഗ്രാഫും വരച്ച് എക്സ്പ്ലെയിൻ ചെയ്യുക. അതാണ് എക്സ്പ്ലനേഷൻ ഓഫ് ദി ടേം കോംപ്ലിമെന്ററി സ്ട്രെയിൻ എനർജി വിത്ത് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ. അതിനാണ് 4 മാർക്സ്. 4ാമത്തെ ക്വസ്റ്റ്യൻ്റെ സെക്കൻഡ് പാർട്ട് ഡിറൈവ് ദി എക്സ്പ്രഷൻ ഫോർ സ്ട്രെയിൻ എനർജി ഡ്യൂ ടു ടോർഷൻ. ഓക്കെ, സ്ട്രെയിൻ എനർജിയുടെ എക്സ്പ്രഷൻ ടോർഷൻ അപ്ലൈ ചെയ്യുമ്പം അതും നമ്മൾ ഓൺലൈൻ ക്ലാസ്സുകൾ ഡിറൈവ് ചെയ്ത ഇക്വേഷനാണ്. അതും കണ്ടു നോക്കുക. അതിൻ്റെ ഫൈനൽ സ്ട്രെയിൻ എനർജി ഡ്യൂ ടു ടോർഷൻ ഇക്വേഷൻ ഇൻ്റഗ്രൽ 0 to L T²/2GJ/dl. ഓക്കെ, അങ്ങനെ ആദ്യത്തെ പാർട്ടിന് 4 മാർക്കും 2ാമത്തെ പാർട്ടിന് 6 മാർക്കും ടോട്ടൽ 10 മാർക്സ് ആണ് വരുന്നത്. ഓക്കെ, ഇനി ബാക്കി 3 ക്വസ്റ്റ്യൻ ഉണ്ട്. അത് നമുക്ക് നെക്സ്റ്റ് സെക്ഷനായിട്ട് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.